നമസ്കാരം. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഡി എം കെ സർക്കാരിൻ്റെ അഴിമതികൾ കാരണം അല്ലെങ്കിൽ അവരുടെ കെടുകാര്യസ്ഥത കാരണം ദുർഭരണം കാരണം അവർ ഭരണത്തിൽ നിന്ന് പുറത്തുപോയി. വിജയുടെ തമിഴക വെട്രിക്കഴകം അധികാരത്തിലേറുകയും ചെയ്തു. പക്ഷേ ഈ ഡി എം കെയെ സംബന്ധിച്ചുള്ള അവരുടെ ഭരണത്തിൻ്റെ ആദ്യത്തെ ഒരു വർഷം 1.5 വർഷങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോവുകയായിരുന്നു. അഴിമതികളൊന്നും അതായത് അഴിമതികൾ കഥകളൊന്നും പുറത്തു വരുന്നില്ല. ഈ 2000 രൂപ 3000 രൂപ ജനങ്ങൾക്ക് നൽകി ഫ്രീ ബീസ് ഉണ്ടല്ലോ, ജനങ്ങൾക്ക് സൗജന്യങ്ങൾ നൽകി ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റി മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഭരണരീതിയായിരുന്നു ഡി എം കെയുടേത്, സ്റ്റാലിൻ സർക്കാരിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പല അഴിമതി കഥകളും പുറത്തു വരാത്തത് കൊണ്ടും ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്ന ദ്രോഹങ്ങളെന്നത് നേരിട്ട് അറിയാൻ കഴിയാത്തത് കൊണ്ടും അവരുടെ പ്രതിച്ഛായ വളരെ നല്ലതായിരുന്നു. പക്ഷേ അവരുടെ ഭരണകൂടത്തിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും എല്ലാം പുറത്തു കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് കെ അണ്ണാമലയാണ്. അദ്ദേഹം അന്ന് BJP-യിലായിരുന്നു. അദ്ദേഹം പുറത്തുവിട്ട ഓഡിയോ ഫയലുകളുണ്ട്, DMK ഫയൽസ് എന്ന രീതിയിൽ അദ്ദേഹം പുറത്തുവിട്ട ഓഡിയോ ഫയൽസ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പഴനിവേൽ ത്യാഗരാജൻ എന്ന അവരുടെ ധനകാര്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെയും സ്റ്റാലിൻ്റെ മരുമകൻ ശബരീശനെയും കുറിച്ച് പറയുന്നത് 1 ലക്ഷം കോടിക്ക് രൂപ മുകളിൽ അഴിമതി പണം അല്ലെങ്കിൽ കൈക്കൂലിയായിട്ടും അഴിമതി നടത്തിയും സമ്പാദിച്ച പണം അവരുടെ കയ്യിലുണ്ട്. അതെന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിക്കുകയാണ്. എങ്ങനെ വിദേശത്തെ ബാങ്കുകളിലെത്തിക്കും അല്ലെങ്കിൽ എവിടെ നിക്ഷേപിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് വലിയ ആശയക്കുഴപ്പമാണ് എന്ന് അദ്ദേഹം ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പറയുന്ന ഓഡിയോ ഫയലുകൾ ഉൾപ്പെടെ നിരവധി അഴിമതി കഥകളുടെ ഒരുപക്ഷെ DMK ഭരണത്തിൻ്റെ തന്നെ അടിത്തറ ഇളകുവാനുള്ള അവസാനത്തെ അടിയായ സെന്തിൽ ബാലാജിയുടെ ഒരു ബോട്ടിലിന് 10 രൂപ ബാലാജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം. കാരണം തമിഴ്നാട്ടിൽ ഈ ടാസ്മാക് ഉണ്ടല്ലോ, നമ്മുടെ ബിവറേജസ്, അതിൻ്റെ തത്തുല്യമായ സ്ഥാപനം തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിൽ തന്നെ നടക്കുന്നതാണ്. അവിടെ വിൽക്കുന്ന ഒരു കുപ്പി മദ്യത്തിന്, അവിടെ ഈ സാധാരണ ഡിസ്റ്റിലറികളിൽ നിന്ന് കോൺട്രാക്റ്റ് എടുക്കുന്ന ഒരു കുപ്പി മദ്യത്തിന് ഈ ബിവറേജസിൻ്റെ നടത്തിപ്പുകാരൻ ഫ്രാഞ്ചൈസി ആയിട്ട് എടുത്തിട്ടാണ് അവിടെ പലരും നടത്തുന്നത്. അതായത് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ളതുപോലെ സർക്കാർ നേരിട്ടല്ല ഈ പറയുന്നത്, ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ് കമ്പനി ഗവേൺഡ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ അത്തരത്തിൽ കോൺട്രാക്റ്റ് എടുക്കുന്നയാൾ ഒരു ബോട്ടിൽ അവിടെ വിറ്റാൽ 10 രൂപ DMKക്ക് നൽകണം, സെന്തിൽ ബാലാജിക്ക് നൽകണം. 20 അദ്ദേഹം വാങ്ങിയിരുന്നത്. 10 DMKക്ക് കൊടുക്കും, 10 താൻ വയ്ക്കും. ഇത്തരത്തിലുള്ള അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് കെ അണ്ണാമലൈ. അതുതന്നെയാണ് DMKയുടെ പതനത്തിനുള്ള പ്രധാന കാരണവും. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ആണിക്കല്ല് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറി നിന്നത് BJPയെ ചെറുതായിട്ടൊന്നുമല്ല ദോഷകരമായി ബാധിച്ചത്. അതൊരു വളരെ കാര്യമായി തന്നെ അത് BJPയെ ബാധിച്ചു എന്നുള്ളത് സത്യമാണ്, അത് അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. അണ്ണാമലയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ അണ്ണാമല ഇപ്പോൾ വിജയ് സർക്കാരിന് നേരെ വീണ്ടും വിരൽ ചൂണ്ടുകയാണ്. എത്തരത്തിൽ അദ്ദേഹം DMK സർക്കാരിനെ നേരെ വിരൽ ചൂണ്ടിയോ, DMK സർക്കാരിൻ്റെ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച അതേ നടപടി തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ള വ്യത്യാസം മാത്രം വിജയ് പുതിയ ആളായതുകൊണ്ട് ആകണം. DMKക്ക് അദ്ദേഹം മുന്നറിയിപ്പൊന്നും നൽകിയിരുന്നില്ല. 1.5 വർഷങ്ങൾ അദ്ദേഹം കാത്തിരുന്നു DMKയുടെ കാര്യത്തിൽ ഈ ഫയലുകൾ, ഓഡിയോ ഫയലുകൾ പുറത്തു വിടുവാനായി. വിജയോട് അദ്ദേഹം പറയുന്നത് വിജയ് സത്യസന്ധനാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അത് എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം നമുക്ക്. അദ്ദേഹം പറയുന്നത് വിജയുടെ മന്ത്രിസഭയിലെ പലരും കൈക്കൂലിക്കാരാണ്, അഴിമതിക്കാരാണ്, അവർ കൈക്കൂലി വാങ്ങുന്നുണ്ട്, അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, ഓഡിയോകൾ തൻ്റെ പക്കലുണ്ട്. തിരുത്തുവാനുള്ളൊരവസരമായിട്ടാണ് താൻ ഈ വിവരം മുൻകൂട്ടി അറിയിക്കുന്നത്. ഇപ്പോൾ താൻ ആ ഫയലുകളോ ഓഡിയോ ഫയലുകളോ ഒന്നും തെളിവുകളോ ഒന്നും പുറത്തുവിടുന്നില്ല. പക്ഷേ 1 വർഷത്തിന് ശേഷം താൻ ആ നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ തൻ്റെ മന്ത്രിസഭയിലെ അഴിമതിക്കാർക്ക് നേരെ നടപടിയെടുത്ത് അവരെ പുറത്താക്കി നല്ല ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുവാൻ വിജയ് തയ്യാറായില്ലെങ്കിൽ താൻ ആ തെളിവുകൾ പുറത്തുവിടും എന്ന് വളരെ വ്യക്തമായി തന്നെ അണ്ണാമലൈ വിജയ്ക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വി ദ ലീഡേഴ്സ് എന്നൊരു പ്ലാറ്റ്ഫോമുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ 20 ലക്ഷത്തോളം വോളണ്ടിയർമാരുണ്ട്. ആ 20 ലക്ഷം എന്നുള്ളത് 50 ലക്ഷമാകുമ്പോൾ താനൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തത്വമൈ ന്യൂസ് ഇത് ആദ്യമേ പ്രവചിച്ചിരുന്നതാണ്. ഇനി അങ്ങോട്ടേക്കുള്ള പോരാട്ടം
പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികൾ തമ്മിലായിരിക്കില്ല. ഒരു പക്ഷേ വിജയും അണ്ണാമലയും നേർക്കുനേരുള്ള പോരാട്ടമായിരിക്കും തമിഴകം ഇനി കാണുവാൻ പോകുന്നത്. അതിൻ്റെ അടുത്ത സൂചനയാണ്, ഏറ്റവും പുതിയ സൂചനയാണ് അണ്ണാമലൈ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വോളണ്ടിയർമാരുടെ എണ്ണം 50 ലക്ഷം ആകുമ്പോൾ താൻ രാഷ്ട്രീയ പാർട്ടിയായി വി ദ ലീഡേഴ്സിനെ മാറ്റും, അല്ലെങ്കിൽ പുനഃക്രമീകരിക്കുമെന്നുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നതാണ്. അണ്ണാമലൈ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്നുള്ളത് പുതിയ വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ് ഒന്നുമല്ല. അണ്ണാമലൈ BJP വിട്ട് വി ദ ലീഡേഴ്സ് എന്ന പ്ലാറ്റ്ഫോം തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഇതൊരു ആളുകൾക്ക് ഒത്തുകൂടി ആശയങ്ങൾ പങ്കിടുവാനുള്ളതും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാനുമുള്ളൊരു പൊതുവേദി മാത്രമാണ്. ഇതിനെ ഭാവിയിലൊരു രാഷ്ട്രീയ കക്ഷിയായി രൂപാന്തരപ്പെടുത്തുമെന്നുള്ളത് അണ്ണാമലൈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എന്തായാലും അണ്ണാമലയുടെ രാഷ്ട്രീയ പാർട്ടി 1 വർഷത്തിനുള്ളിൽ രൂപീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. രൂപീകരിക്കപ്പെടുമ്പോൾ അണ്ണാമലൈ മുഖ്യ ശത്രുവായി അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളിയായി ആരെയാണ് കാണുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഇന്നലത്തെ പ്രസ്താവനയോടുകൂടി സംശയമൊന്നുമില്ലാതായിരിക്കുന്നു. വിജയ് തന്നെയാണ് അണ്ണാമലയുടെ എതിരാളി. അണ്ണാമലയും വിജയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ വിജയുടെ സിനിമാ നടൻ എന്നുള്ള ഒരു പ്രതിച്ഛായ വളരെ വലുത് തന്നെയാണ്. അതിനൊരു സംശയവുമെന്നില്ല. ഒരു പക്ഷേ സബ്ജക്റ്റ് ടു ഡിബേറ്റ്, തർക്കത്തിന് വഴി തുറന്നുകൊണ്ട് തന്നെ രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധനായ സിനിമാ താരം, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമാ താരം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സിനിമാ താരം വിജയ് തന്നെയായിരിക്കും. വിജയുടെ ആരാധകർ പറയുന്നു വിജയാണ് രജനീകാന്തിനും മേലെ എന്നുള്ളത്. രജനി ആരാധകർ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അത് അവർ തമ്മിലുള്ള വാദപ്രതിവാദത്തിൽ തീർക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. പക്ഷേ രജനിയും വിജയും ആണ് തമിഴ്നാട്ടിലെ ഏറ്റവും കീർത്തി കേട്ട ആരാധകരുള്ള സിനിമാ താരങ്ങൾ. ആ ആരാധന രാഷ്ട്രീയത്തിൽ വോട്ടുകളാക്കി മാറ്റുന്നതിൽ ഏറെക്കുറെ വിജയിച്ച വ്യക്തിയാണ് വിജയ്. രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ ഉൾഭയം കാരണമോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആശങ്കകൾ കാരണമോ അത്തരത്തിലൊരു ചുവട് വയ്ക്കുവാൻ മുതിർന്നില്ല എന്നുള്ള തരത്തിൽ വന്നിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വിജയിക്കാണ് ഒരല്പം മേൽക്കൈ. വിജയ് അത് പരീക്ഷിച്ച് വിജയിച്ച വ്യക്തിയാണ്. ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും വിജയാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, അതിൽ സംശയമൊന്നുമില്ല. ആ പ്രതിച്ഛായയാണ് അണ്ണാമലയ്ക്ക് നേരിടേണ്ടത്. പക്ഷേ അണ്ണാമലയ്ക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇവരുടെ താരതമ്യത്തിൽ. അണ്ണാമലയ്ക്കൊരു ഉള്ള ബലം എന്നാൽ അണ്ണാമലയെ വ്യക്തിപരമായി തമിഴർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അണ്ണാമലൈ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സത്യസന്ധമായി തമിഴർക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നൊരു വ്യക്തിയായിരിക്കുമെന്നുള്ളൊരു ധാരണ പൊതുവെ അവരുടെ ഇടയിലുണ്ട്. ആ ധാരണകളും അണ്ണാമലയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടവും ഇനി രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ അദ്ദേഹം രൂപാന്തരപ്പെടുത്തി സമ്മതിദാനമായി തൻ്റെ പക്ഷത്തേക്കുള്ള സമ്മതിദാനമായി എങ്ങനെ അതിനെ പരിവർത്തനം ചെയ്തെടുക്കും എന്നുള്ളതാണ് കൗതുകത്തോടെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും അണ്ണാമലൈ ഇപ്പോൾ പോകുന്ന പാതയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും വലിയ വീഴ്ചകൾ അദ്ദേഹത്തിന് വരും ദിവസങ്ങളിലോ വരും മാസങ്ങളിലോ, അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപോ അതിന് ശേഷമോ സംഭവിച്ചില്ലെങ്കിൽ വിജയ്ക്ക് ഏറ്റവും ശക്തനായൊരു എതിരാളിയായി തന്നെ അണ്ണാമലൈ നിമിഷ നേരങ്ങൾ കൊണ്ട് ഉയർന്നു വരും എന്നുള്ളത് ഏറെക്കുറെ തീർച്ചയാണ്. കാരണം ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള ഒരു നേർക്കുനേരുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ അണ്ണാമലൈക്ക് സാധകമായി ഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളൊരു യോഗ്യത, അദ്ദേഹം തമിഴനാണ് എന്നുള്ളതാണ്. വിജയും തമിഴനാണ്. വിജയ് ജോസഫ് വിജയും ഒക്കെ ആണെങ്കിലും അടിസ്ഥാനപരമായി തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്ന അത് തമിഴർക്ക് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷേ അണ്ണാമലയ്ക്കെതിരെ വിജയ് ഉപയോഗിക്കുവാൻ പോകുന്നൊരു കാര്യം, അണ്ണാമലൈ എപ്പോൾ പറഞ്ഞാലും ഞാൻ ഭാരതീയനാണ്, തമിഴനാണ്. ഭാരതീയൻ എന്നുള്ള ആ ഒരു ദേശീയതയ്ക്കാണ്, ആ വികാരത്തിനാണ് അണ്ണാമലൈ എപ്പോഴും പ്രഥമ സ്ഥാനം നൽകുന്നത്. തമിഴൻ എന്നുള്ളത് പിന്നെ. പക്ഷേ തമിഴിൻ്റെ സംസ്കാരത്തിലും പൈതൃകത്തിലും തനിക്ക് അഭിമാനമുണ്ട് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നൊരു വ്യക്തിയാണ്. ഈ ദേശീയത എന്നുള്ള ഒരു വികാരം തമിഴർക്കിടയിൽ ഒരു നകാരാത്മകമായിട്ടുള്ള വികാരമായി പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. തമിഴക വെട്രിക്കഴകത്തിലെ ജിഹാദി ഫാക്ഷൻ ഉണ്ടല്ലോ, ജിഹാദി ഘടകം, അവരുൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ കുരിശ് കൃഷിക്കാരുടെ ഘടകം, അല്ലെങ്കിൽ ഇരുവരും ചേർന്ന് ഈ ദേശീയത എന്നുള്ളത് തമിഴന് എതിരായിട്ടുള്ള എന്തോ ഒരു പദ്ധതിയാണ് എന്നുള്ള തരത്തിലുള്ളൊരു പ്രചാരണം നടത്തുന്നുണ്ട്. അത് തന്നെയായിരിക്കും തമിഴക വെട്രിക്കഴകത്തിൻ്റെ IT സെൽ
ഇന്നത്തെ തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായ IT സെൽ ആരുടെയാണെന്ന് ചോദിച്ചാൽ തമിഴക വെട്രിക്കഴകത്തിൻ്റെയാണ്. ആ IT സെൽ അണ്ണാമലയ്ക്ക് എതിരായി ഉപയോഗിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്ന് ഈ അണ്ണാമലയുടെ ദേശീയതയായിരിക്കും. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ ദേശീയത മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോകുമോ, അതോ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ആ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്ന പാതയിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഈ ദേശീയത കൈവിടുമോ എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ കാത്തിരുന്ന് കാണുക എന്നുള്ള മട്ടിൽ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ്. ഈ ഒരു ഏറ്റുമുട്ടൽ വരുമ്പോൾ അണ്ണാമലയുടെ കയ്യിലുള്ള ഈ അഴിമതിയുടെ തെളിവുകൾ വിജയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം വിജയ്ക്ക് ഇപ്പോൾ വിജയ് അണ്ണാമലൈ പറഞ്ഞതുപോലെ സത്യസന്ധനാണ് എന്ന് തന്നെ വയ്ക്കുക, അങ്ങനെ അങ്ങ് വിശ്വസിക്കാം നമുക്ക് തൽക്കാലം വാദത്തിന് വേണ്ടിയിട്ട്. ഞാനത് വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും വിജയ് സത്യസന്ധനാണ്. ഈ അണ്ണാമലൈ പറഞ്ഞ അഴിമതിക്കാരെ വിജയ്ക്ക് തിരിച്ചറിയാം. അതായത് വ്യവസായ മന്ത്രി കീർത്തനയെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളുണ്ട്, ആരോഗ്യ മേഖലയിൽ നിരവധി ആരോപണങ്ങളുണ്ട്. ഈ തുറമുഖ മേഖല എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള തുറമുഖങ്ങൾ വലിയ വാണിജ്യ തുറമുഖങ്ങളല്ലാതെ ചെറിയ ചെറിയ തുറമുഖങ്ങൾ നിരവധിയുണ്ട്. ഏതാണ്ട് 17ഓളം ചെറിയ തുറമുഖങ്ങൾ. ഈ ചെറു തുറമുഖങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലാണ്. ആ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള ആദവ് അർജുന തുടങ്ങിയവരുടെ മേൽ നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട്. അവർ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ ഏതാണ്ട് തെളിയിക്കപ്പെടുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ അഴിമതിക്കാരാണെന്ന് വെളിവാക്കുന്ന സാഹചര്യങ്ങളും തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. വ്യവസായ മന്ത്രിയുടെ കാര്യമെടുത്താൽ, കീർത്തനയുടെ കാര്യമെടുത്താൽ, തമിഴ്നാട്ടിലേക്ക് വരേണ്ട വലിയ വ്യവസായ നിക്ഷേപങ്ങൾ ആന്ധ്രയിലേക്ക് മറിച്ചു കൊടുത്തു എന്നുള്ള വലിയ ആരോപണമുണ്ട്. അതിനെ സാധൂകരിക്കുന്ന, ഈ ഒരു ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിൽ നിരവധി ആന്ധ്രാ ബന്ധങ്ങളും ഉള്ളൊരു വ്യക്തിയാണ് കീർത്തന. മറ്റൊരാൾ ആദവ് അർജുനയാണ്. ആദവ് അർജുന സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകനാണ്. തന്നെയുമല്ല, രാഷ്ട്രീയത്തിൽ സ്വയമായി വളർന്നു വന്ന് ഒരുപാട് കളികൾ, ഇത്തരത്തിലുള്ള കളികൾ DMKയിൽ നിന്ന് കളിച്ച്, DMKയുടെ സഖ്യകക്ഷിയായിരുന്ന വിടുതലൈ സിരുത്തകളുടെ അംഗമായിരുന്നു ആദവ് അർജുന. അവിടെ നിന്ന് പുറത്തിറങ്ങിയാണ് തമിഴക വെട്രിക്കഴകത്തിൽ ഇദ്ദേഹം ചേർന്നത്. അവിടെ വെച്ച് തന്നെ ഈ അടിയും തടയും അഴിമതിയും എല്ലാം പഠിച്ച് അതിൽ മാസ്റ്റേഴ്സും PhD ഒക്കെ എടുത്ത ശേഷമാണ് അദ്ദേഹം തമിഴക വെട്രിക്കഴകത്തിലെത്തിയത്. അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പലരും പറയുന്നു. ഇത്തരത്തിലുള്ള അഴിമതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പലരും ഏതാണ്ട് കുറേ സാധൂകരിക്കുന്ന രീതിയിലുള്ള സാഹചര്യ വിശകലനങ്ങളോടുകൂടി തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ് വിജയ് സത്യസന്ധനല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം രൂപീകരിക്കപ്പെടുന്നത്. കാരണം ആദവ് അർജുന വിജയോട് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ്. തമിഴക വെട്രിക്കഴകം എന്ന വിജയുടെ രാഷ്ട്രീയ കക്ഷിയിൽ ഏറ്റവും അവസാനം ചേർന്ന പ്രമുഖ നേതാക്കളിൽ ഒരാളുമാണ്. പക്ഷേ വിജയോട് ഏറ്റവും അടുപ്പമുള്ള ഒരാളുമാണ്. ഈ ആദവ് അർജുനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തമിഴക വെട്രിക്കഴകത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് പ്രധാനമായും ആദവ് അർജുനയാണ് എന്ന് എതിരാളികൾ പറയുന്നു. ഏറെക്കുറെ അതിൽ സത്യമുണ്ട് താനും, വാസ്തവമുണ്ട് താനും. അങ്ങനെയുള്ള ആദവ് അർജുന ഇത്തരത്തിലുള്ള അഴിമതികളിൽ ഇടപെടുന്നയാളാണ് എന്ന് ഏറെക്കുറെ വിശ്വസിക്കാം. അത്തരത്തിൽ അഴിമതി ചെയ്യുന്ന ഒരാൾ വിജയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനാകുമ്പോൾ വിജയ്ക്ക് മാത്രം സത്യസന്ധനായി തുടരുക വലിയ പ്രയാസമാണ്. കാരണം വിജയ് ഈ അഴിമതിയുടെ പങ്ക് പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. പക്ഷേ ആദവ് അർജുന നടത്തുന്ന അഴിമതിയെക്കുറിച്ച് വിജയ്ക്ക് യാതൊരു ധാരണയുമില്ല എന്ന് പറയുന്നത് അതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത പറച്ചിലായി പോകും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു വർഷക്കാലയളവിനുള്ളിൽ വിജയുടെ മന്ത്രിസഭയ്ക്കെതിരെ അണ്ണാമലൈ എന്ത് തെളിവുകൾ പുറത്തുവിടും എന്നുള്ളത് അറിയുവാൻ തമിഴകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒപ്പം വിജയുടെ രാഷ്ട്രീയ എതിരാളികളും. കാരണം AIADMK ഏറെക്കുറെ അപ്രസക്തമായി കഴിഞ്ഞു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. MGRും ജയലളിതയും ഒക്കെ നയിച്ച് DMK ഏതാണ്ട് പൂർണ്ണമായും പ്രതിപക്ഷമെന്ന അപമാനകരമായിട്ടുള്ള പദവി, പ്രതിപക്ഷമെന്നത് ഭരണഘടനാപരമായി അപമാനകരമാണെന്നല്ല ഞാൻ പറയുന്നത്, പ്രതിപക്ഷമെന്ന് സ്വയം വിളിക്കുന്നത് അവർക്ക് അപമാനകരമായി തോന്നുന്ന തരത്തിൽ ദുർബലമാക്കിയ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് AIADMK. അതാണിപ്പോൾ തീർത്തും അപ്രസക്തമായി മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. DMKയുടെ കാര്യം വലിയ താമസമില്ലാതെ തീരുമാനമാകുമെന്നാണ് തമിഴർ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ NDAയുമായി ഒരു സഖ്യമുണ്ടാക്കണം അവർ. അതിൽ അവർക്ക് പലവിധ സംശയങ്ങളുമുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ ഭരണകാലത്ത് NDAയ്ക്കെതിരെയും BJPക്കെതിരെയും അവർ തന്നെ നടത്തിയ വലിയ വലിയ പ്രചാരണങ്ങളുണ്ട് തമിഴർക്കിടയിൽ. ആ പ്രചാരണങ്ങളെല്ലാം അവർക്ക് റിവേഴ്സ് ചെയ്യണം. അതിനെയെല്ലാം മാറ്റിമറിച്ച് വ്യാഖ്യാനിച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരും അവർക്ക്.
അത് വലിയൊരു ബാലികേറാമലയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ അവരും നേരിടുന്നു. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ വിജയ് അത്തരത്തിലുള്ളൊരു മത്സരത്തിലേക്ക് തമിഴക രാഷ്ട്രീയം പോകുവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സാധ്യത ഈ ഒരു അവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ മുൻനിർത്തിയാണ് ഞാൻ പറഞ്ഞതും. സാധ്യതകൾ വളരെ കൂടുതലാണ് അണ്ണാമലൈ വേഴ്സസ് വിജയ്. എന്തായാലും അത്തരത്തിലൊരു രാഷ്ട്രീയ പോരിന് തമിഴകത്ത് കളമൊരുങ്ങിയാണ്. അണ്ണാമലയുടെ പക്കൽ DMK വീഴ്ത്തിയ അതേ ആയുധങ്ങൾ കൂടുതൽ മൂർച്ചയോടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം തന്നെ അത് അവകാശപ്പെടുന്നു. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം, കണ്ടറിയണം. വിജയ്, എന്താകും നിൻ്റെ വിധി എന്ന് വേണമെങ്കിൽ അയ്യപ്പൻ കോശി മോഡലിൽ നമുക്കൊരു ഡയലോഗ് പറയാം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.